അങ്ങനെ മണി ബോക്സിൻ്റെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 3.5 ലക്ഷം വിലയുള്ള ടാസ്ക്കാണ് ഇത് കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഈ പെഡസ്ട്രിയനിൽ കുറേ ബോക്സ് ഉണ്ടാവും. അതായത് സ്വന്തം ബോക്സ് എടുക്കാൻ പറ്റില്ല, മറ്റുള്ളവരുടെ ബോക്സ് എടുത്തിട്ട് മറ്റേ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാവും. ആ ഡസ്റ്റ്ബിനിൽ ഇടുന്നവർ ഔട്ടായി പോകും. അങ്ങനെ 4 സ്റ്റേജസ് ഉണ്ട്. 4 സ്റ്റേജസിൽ ഓരോരുത്തരെ വെച്ച് ഔട്ടാക്കണം. പക്ഷേ ഇതിനകത്ത് ഫൈനൽ വരെ വന്നത് നമ്മുടെ അക്ബറും നൂറയാണ് ഫൈനലിൽ വന്നത്. പക്ഷേ ഫൈനൽ എത്തിയപ്പോഴത്തേക്കും ബിഗ് ബോസ് വേറെ ട്വിസ്റ്റ് കൊണ്ടുവന്നു. അതായത് ഇതിൻ്റെ വിന്നറിനെ തിരഞ്ഞെടുക്കാനായിട്ട് വോട്ടിംഗ് ബേസിൽ വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അതായത് ഒരു വോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ ആ വീട്ടുകാർ പകുതി പേരും വോട്ട് ചെയ്യുന്നത് നമ്മുടെ നൂറിനെ തന്നെ ആയിരിക്കും. അങ്ങനെ നൂറയ്ക്ക് കിട്ടാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം കൊടുത്ത പോലെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര ഒരു അൺഫെയർ ആയിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആരും അക്ബറിനെ വോട്ട് ചെയ്തില്ല. അതായത് എല്ലാവരും വോട്ട് ചെയ്ത് നൂറയ്ക്കാണ് പ്രൈസ് മണി കിട്ടേണ്ട ആരാന്ന് വെച്ചാൽ വോട്ടിംഗ് ബേസിൽ വന്നപ്പോഴത്തേക്കും നൂറ തന്നെ എല്ലാവരും പറഞ്ഞ നൂറയുടെ പേര് തന്നെ പറഞ്ഞത്. അത് ആക്ച്വലി ഒബ്വിയസ് ആണെന്ന് വെച്ചാൽ അവരുടെ മേക്കേഴ്സിനും അറിയാം. അതായത് ഇങ്ങനെ ഒരു വോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് നൂറയുടെയെന്ന്. പക്ഷേ ഇതേപോലെ തന്നെ ഗെയിം നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ ഫൈനൽ റൗണ്ടും വെച്ചിരുന്നെങ്കിൽ കാണാൻ രസമുണ്ടായിരുന്നു. ഒരു ഫെയർ ആയിട്ട് തന്നെ എടുക്കണം. വിന്നർ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, നൂറ് ആയിക്കോട്ടെ, അങ്ങനെ വിൻ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഒരു ഫെയർനെസ് എന്ന് പറയായിരുന്നു നമുക്ക്. പക്ഷേ ഇതൊരു പ്യൂർ അൺഫെയർ ആയിട്ട് തോന്നി. അതായത് ഒരു വോട്ടിംഗ് ബേസിൽ അങ്ങനെ ഒരു ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്. എല്ലാവർക്കും അവരുടെ പ്രശ്നമുണ്ട്. നൂറയ്ക്കും കുറേ പ്രോബ്ലംസ് പറയുന്നുണ്ട്, ലോൺ അടയ്ക്കുന്ന പ്രോബ്ലംസ് ഒക്കെ പറയുന്നുണ്ട്. എന്നാലും അക്ബറിനും കുറേ വീട്ടിൽ കുറേ പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഈ വോട്ടിംഗ് വന്നത് ഈ ഗെയിമിൽ വന്നത് ടോട്ടലി അൺഫെയർ ആയിപ്പോയി. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.